ഗൈസ്, അഖിൽ NRD എന്ന് പറയുന്ന ചാനൽ, അതിൽ അഖിലിൻ്റെ വൈഫും അയാളും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടെന്നൊരു റൂമർ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സത്യാവസ്ഥ കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ആൻഡ് കുറച്ച് കുത്തിത്തിരിപ്പാണ്, കുറച്ച് ഇഷ്ടമാണ്, കുറച്ച് എന്താ പറയുക, യുവമാരെ എല്ലാവരും പറയുന്നതാണ് അയൽക്കൂട്ടും അമ്മായി വർത്താനമാണ്. താല്പര്യമുള്ളവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇവരുടെ പ്രീ വെഡിങ് ഷൂട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരിൽ വെച്ച് ഒരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ശഭ എന്താ ബ്യൂട്ടി ആയിരുന്നു എന്നറിയാമോ? സത്യത്തിൽ ഇവരുടെ കളർഫുൾ ആയിരുന്നു ഇവരുടെ മാരേജ്, ഫുൾ ആൻഡ് ഫുൾ. എനിക്ക് അതിനകത്ത് അഖിലിൻ്റെ ബിഫോർ വെഡിങ്ങിന് മുമ്പുള്ള കുറേ അധികം സ്കിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് ഈ കുട്ടീനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പയ്യൻ എന്തോ ഒരു എവിടെയോ ഒരു മിസ്സിങ് ഉണ്ടെന്ന്. പിന്നെ ഓർത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മിസ്സപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചൊരു വ്യക്തിയാണല്ലോ. അത്യാവശ്യം ഒരു ചാനൽ ഉണ്ടാക്കുക, അതിൽ കൂടെ കണ്ടന്റ് ഇടുക, ആ കണ്ടന്റിൽ അക്സെപ്റ്റൻസ് കിട്ടുക, അതിൽ കൂടെ ഒരു റീച്ച് കിട്ടുക എന്നൊക്കെ പറയണത് നിസ്സാരമൊന്നുമല്ല. അത് ഇച്ചിരി ടാലൻ്റ് ഉള്ളവർക്കാണ്, ലക്കും കൂടെ രണ്ടും കൂടെ ചേർന്നവർക്കേ പറ്റുള്ളൂ. അപ്പോൾ എനിവേ, ഇങ്ങനെ ഒരു പയ്യനെ വിശ്വസിച്ചിട്ട് ഈ ആരെ ഇപ്പം ഇത്രയും നല്ലൊരു കുട്ടീനെ കൊടുത്തതെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയത്തില്ലല്ലോ, പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നല്ല എഡ്യൂക്കേറ്റഡ് ഫെലോസ് ആയിരിക്കും. അപ്പം കുടുംബക്കാരൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുകാരിപ്പോൾ പ്രത്യേകിച്ച് പേരൻസ് നോക്കുക എഡ്യൂക്കേഷൻ ആയിരിക്കും. ജോബ്ലെസ് ആണെങ്കിൽ പോലും നല്ല എഡ്യൂക്കേഷനുള്ള പയ്യനാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. കുടുംബമൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പയ്യനോട് അക്സെപ്റ്റൻസ് തോന്നിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീൽസൊക്കെ ചെയ്യുന്ന പയ്യന്മാർ എന്ത് തരം തൊട്ടിച്ചാടികളാണെങ്കിലും അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള കഞ്ചാവ്, കള്ള ഇതൊക്കെ ചെയ്യുന്നവന്മാരുടെ പിറകെ പെണ്ണുങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലേ? അവന്മാർ കഞ്ചാവ് അടിച്ചിട്ട് നല്ലതുപോലെ കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം വാങ്ങി കെട്ടി മോങ്ങിയിരിക്കുന്നതും കാണാം. അപ്പോൾ അതൊന്നും അല്ല, ഇത് എൻ്റെ ഡിഫറെൻ്റ് സ്റ്റോറിയാണ്. പുള്ളി പ്രണയിച്ചു. പ്രണയത്തിന് ശേഷം വീട്ടിൽ വിവരം പറഞ്ഞു. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി, എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോട് കൂടി നടന്നൊരു വിവാഹമാണ്. ഇതിലെ ഒരു ട്വിസ്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പയ്യന് ഇരിക്കവേ തന്നെ പെണ്ണ് വേറൊരുത്തരോടെ ഇറങ്ങി അങ്ങോട്ട് പോയി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത്, അവന് മറ്റൊരു അഫെയർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയെന്ന്. എന്തുതരം നീതിയാണ്, എന്തുതരം ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടമില്ല എങ്കിൽ അയാളുമായിട്ടുള്ള ഇത് സ്റ്റോപ്പ് ചെയ്യുക, ദെൻ ഫൈൻഡ് അനദർ പേഴ്സൺ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മാന്യമായി ആളുകളെ കൊണ്ട് പറയിക്കാതിരിക്കാനെങ്കിലും വേണ്ടിയിട്ട് ഒരു സെപ്പറേഷൻ വാങ്ങിയെടുത്ത ശേഷം അയാൾക്കൊപ്പം പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ അയാളെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ ആ ഒരു ബന്ധത്തിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അത് മനസ്സിലാകത്തില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ വരും. നമ്മൾ ഒരു സിനിമ ഇറങ്ങിയില്ലേ പൃഥ്വിരാജിൻ്റെ, മുഖം ബേസ് ചെയ്തിട്ടുള്ള, അതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ലവ് സ്റ്റോറി. ഒരു പേഴ്സണോട് നമുക്കൊരു ലവ് തോന്നിയാൽ മറ്റൊരു പേഴ്സൺ സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ വരത്തില്ല. അത് വളരെ ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ ഒരു കാരണവശാലും ആ സ്പേസ് അവിടെ എംപ്റ്റി ആയിട്ട് തന്നെ തുടരും. അത് റീപ്ലേസ്മെൻറ്റ് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. പിന്നെന്താ, ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പലരും പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും പോകുന്നത്. ആൻഡ് ലേറ്റർ ഗ്രാജുവലി ഒരിഷ്ടം അതിനകത്ത് വരുന്നു എന്നതിനപ്പുറം പ്രണയമൊക്കെ അങ്ങനെ തോന്നുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും രണ്ടുപേരും പ്രേമിച്ചു, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു, അങ്ങേയറ്റം പ്രണയം പങ്കുവച്ചു, പ്രണയത്തിൻ്റെ ഒരു ആധിക്യത്തിൽ കുടുംബത്തിൽ സംസാരിച്ചു, കുടുംബം സമ്മതിച്ചു, എന്നിട്ട് കല്യാണം. ഇത്രയും പേരെയും പറ്റിച്ചുകൊണ്ട് രണ്ട് വഴിക്ക് പോയിരുന്നു. ചെറുക്കൻ്റെ കൂടെ ഇപ്പോൾ പെണ്ണിനെയൊന്നും കാണാനില്ല, വേറെ പെണ്ണൊന്നും ഇല്ല. അവൾ പറയുന്ന ഒരു കാര്യം, അവനിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന്. ഇനി അങ്ങനെ ഒരു ബന്ധം അവനുണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്തതിൽ ഒരു കുറ്റമില്ലെന്ന് പറയും ഞാൻ. കാരണം നീ എന്ത് ചെയ്യുന്നു അത് നിനക്കിട്ട് തിരിച്ച് ചെയ്താലേ നിനക്ക് എൻ്റെ വേദന മനസ്സിലാവുള്ളൂ. പക്ഷേ പോയവൻ ഇതിനേക്കാൾ വലിയ മുള്ളുമുരുക്കാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് സംശയം. ഇപ്പം ഞാൻ ഇവരുടെ ചാനലിൽ വന്ന ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ്, ഷൈൻ കെ പ്രസന്നൻ എഴുതിയ കമൻറ്റ് ഇയാളെടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് ലവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കാം. അതായിരിക്കും ഉദ്ദേശം തോന്നണം. അപ്പോൾ കമൻറ്റ് ഞാൻ വായിക്കാം. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും നൂറനാട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചതെന്ന്. അപ്പോൾ അതാണ് സത്യം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പുള്ളിക്കാരൻ അതെടുത്ത് അവിടെ കുത്തിപ്പറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു കഷ്ടപ്പാടെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു അപമാനമാണ്. പെൺകുട്ടികൾ ഓരോ വേലത്തരങ്ങൾ കാണിക്കുമ്പോഴേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ മുമ്പ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു രാജ് ടോക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാനത്
കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെക്കാം, കേൾക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ആഫ്റ്റർ മാരേജ് പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഇംപ്രവൈസ് ആയി എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. അതിന് മുമ്പ് ഞാൻ ഒരു പേത്ത സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്ന, പിന്നെ കുറച്ചുകൂടെയൊക്കെ കാര്യപ്രസക്തമായ സ്കിറ്റുകളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ ഹൈലൈറ്റ് എന്തെന്നറിയാമോ? ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചു എന്നതിനപ്പുറം ഈ സാധാരണ യൂട്യൂബേഴ്സൊക്കെ കാണിക്കുന്ന കുറേ കോമാളിത്തരം ഉണ്ടല്ലോ. വന്നിരുന്നിട്ട് ഇത്രയും ദിവസം കൂടെ താമസിച്ച വൈഫിനെ പറ്റി 10 പറയുക, ഉടനെ വൈഫ് അപ്പുറത്തുനിന്ന് ഒരു ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചിങ്ങോട്ട് പറയുക. എനിക്ക് ഇവിടെ വേറൊരു വ്ളോഗർ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഫേമസ് ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി വീട്ടിനകത്ത് പൂട്ടിയിട്ട ശേഷം പബ്ലിക്കിൽ പറയുന്നത്. അതുപോലുള്ള കോമാളിത്തരവും അവൻ കാണിച്ചില്ല എന്നുള്ളത് അത്ര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് രണ്ടുപേർക്കും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ നല്ല കാര്യം. അത് വളരെ അമിക്കബിളായിട്ട് അതങ്ങ് സോൾവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ ഇതൊരു ബാഡ് ഇൻഫ്ലുവൻസിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100%. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് ഭയങ്കര റോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ സഹജമായി നടക്കുന്നുണ്ട്. ആർക്കും ഒരു പ്രതിബദ്ധതയും ഇല്ല. മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്യും, അവർ ഹേർട്ടഡ് ആകുമോ ഇല്ലയോ, അങ്ങനെ യാതൊന്നുമില്ല. പിന്നെ ഇത്രയും കാമാൻ ക്വയറ്റായിട്ട് ഒരു പയ്യൻ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ ഒരു ഇത് അവൻ്റെ ഒരു പ്രസ്റ്റീജിനെ ഒത്തിരി ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു ആ പെൺകുട്ടിക്ക് എന്നുള്ളതാണ്. അതൊന്നുമില്ലാതെ ഇവൻ വേണ്ടെങ്കിൽ അവൻ എടുത്ത് കണ്ടം ചാടി ഓടുന്നത് ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല. ഇനി ഇതിൽ അഖിൽ എന്ന് പറയുന്ന പയ്യനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് ഇൻ കേസ് നമുക്കറിയത്തില്ല, അവർ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ വെക്കാം. അതിന് മറ്റൊരു ഓപ്ഷനാണോ അടുത്ത പരിപാടി? അങ്ങനെ ഒരു സ്പേസ് അവിടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. ഫാമിലി വേണം, കൂട്ടിന് ആൾ വേണം, ഒക്കെ യാത്രിക ഒക്കെ വേണം, അതൊന്നും തർക്കമില്ല. പക്ഷെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ഒരു ജമ്പ് ഓഫ് ചെയ്യുന്നതിന് ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ വരുമ്പോഴത്തേക്കാണ് ഇനി ഈ പോയ ബന്ധവും നിലനിൽക്കാത്തത്. കാരണം എപ്പോഴായാലും അയാളുടെ ഉള്ളിലുണ്ടാവും, അവൻ്റെ ഒപ്പം ഇരുന്നപ്പോഴാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അവനൊപ്പം ഇരുന്നപ്പോഴാണ് എൻ്റെ ഒപ്പം വരാൻ അവൾ ധൈര്യം കാണിച്ചത്, സോ ഇത് അവൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ആ ഒരു ബാഡ് റിമാർക്ക് അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതൊരു ത്രെട്ട് തന്നെയാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിലും ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും. പിന്നെ ചന്തവും ചേലും ഒക്കെ കണ്ടിട്ട് കൊണ്ടുപോകുന്നവൻ ആ ചേലും ചന്തത്തിന് ഒരു ചെറിയ ഡാമേജ് വരുമ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവം മാറും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പഴയകാല വസന്തങ്ങൾ ഇരുന്ന് തലയ്ക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. നമ്മൾ കുറച്ച് മനസ്സിലാക്കിയവർ, എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇക്കാര്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതൊരു വിഷയമല്ലാത്തവർക്ക് ഇതൊന്നും ഇതല്ല. എപ്പോഴും ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിയാമോ? അയാളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ്, അയാൾ നമ്മളോട് ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നത് വെച്ചിട്ടാണ് നമ്മൾ ആ വ്യക്തിയെ അനലൈസ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അയാൾക്കൊരു മനസ്സുണ്ടാകും, ആ കുടുംബത്തിനൊരു അഭിമാനം ഉണ്ടാകും. ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. എനിവേ, എന്തായാലും അഖിലിന് പരാതിയൊന്നും ഇല്ലാത്തടത്ത് നമ്മളെന്ത് പറയാൻ. പക്ഷേ ഈ പോയ പെൺകുട്ടി പറഞ്ഞ റീസൺ അത്രയും ഓക്കെ അല്ല. അവൻ എന്ത് തരത്തിൽ അവനെ ഇഗ്നോർ ചെയ്താലും അവളെ ഇഗ്നോർ ചെയ്താലും ഏത് രീതിയിലുള്ള ഒരു ഇതായിരുന്നെങ്കിലും അവനെ ഉപേക്ഷിച്ച ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ മാർഗം. അല്ലാതെ ഇങ്ങനെ എടുത്തു ചാടി മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ട് വരായികകൾ ചിന്തിക്കാതെ പോകുന്ന പെൺകുട്ടികളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാണ്. നല്ല ചന്തമുള്ളൊരു കുട്ടിയാണ്. ഇത് മാരേജ് മാത്രമല്ല നമ്മുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ്. അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മളെല്ലാമായി സക്സീഡ് ചെയ്തു എന്ന് ചിന്തിക്കുന്നിടത്ത് വളരെ ബുദ്ധിമുട്ട് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്.
എന്തോ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ എത്തിച്ചാട്ടം തോന്നുന്ന വേലിച്ചാട്ടക്കാരികൾ കുട്ടികളെ ഉണ്ടാക്കാതിരിക്കാൻ മെനക്കെടാതിരിക്കുക. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരത്തില്ല. നമ്മുടെ ഒരു പരിധിവരെയുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇതാണ്. തോന്നിയ ദിവസം കണക്ക് നമ്മൾ എത്തിച്ചാടി ഓടുന്നതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന നമ്മുടെ മക്കളായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ ഒരു ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. എനിക്ക് അക്സെപ്റ്റബിൾ അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് അങ്ങനെയുണ്ട്, അവനെ വെച്ചോണ്ട് അവൻ്റെ വെച്ചോണ്ട് വേണ്ടാന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആകാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഇവിടെ ഉണ്ടല്ലോ. പറ്റില്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീട്ടിലേക്ക് പോയി ഒരു മാസം നിന്നിട്ടെങ്കിൽ ഈ വേല കാണിക്കുക. അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിയാടി ഓടുന്നത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന സാധനമല്ല. എന്താണ് കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇവനില്ലാത്ത എന്തോ ഒന്ന് അവനിലുണ്ടെന്ന്. ഈ പ്രണയിക്കുമ്പോൾ എല്ലാവർക്കും പരസ്പരം ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും. വിവാഹം കഴിഞ്ഞ് ചേക്കേറുമ്പോഴത്തേക്കാണ് പലരുടെയും യഥാർത്ഥ കോണങ്ങൾ മനസ്സിലാകുക എന്നുള്ളത്. വളരെ നിരാശ തോന്നിയ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അത്രയേ ഉള്ളൂ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിത് കാണുന്നതെല്ലാം ഭയങ്കര സംഭവങ്ങളാണ്, ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഇങ്ങനെ കുറേ വൾഗാരിറ്റി ഉണ്ട് എന്നുള്ളത് ഇതും കൂടെ കൊണ്ട് തെളിയിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഗുരുവായൂർ നടയിലൊക്കെ വെച്ച് നടത്തിയൊരു വിവാഹമാണ്. ദൈവത്തിനെ പോലും കളിയാക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.